Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa. Fattaqullaha alladzi tasaaluna bihi wal arham. Innallaha kana 'alaykum raqiba. Innallaha wa malaikatahu yusalluna 'alan nabiy. Ya ayyuhalladzina amanu sallu 'alaihi wa sallimu taslima. Wa min kulli shay'in khalaqna zawjayn la'allakum tadhakkarun. ഏറെ ആദരണീയരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, വധൂവരന്മാരെ, ഈ അഖദുൻ നിക്കാഹിൽ, നിക്കാഹിന്റെ ഉടമ്പടിയിൽ സാക്ഷികളാകാനും പ്രാർത്ഥിക്കുവാനുമായി ഒത്തുചേർന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസിനെ ഉന്നതമായ പ്രതിഫലം നൽകി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, കാഞ്ഞിരോട് റൗദയിൽ അബ്ദുൽ ജബ്ബാർ സാഹിബിന്റെ മകൻ മുബാറക്കുൽ അഹദും, ഇവിടെ ചക്കരക്കൽ മാമ്പയിൽ മുസ്തഫ സാഹിബിന്റെ മകൾ ഫസ്നയും തമ്മിൽ വിവാഹിതരാവാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കുടുംബജീവിതം നൽകി അവർ രണ്ടുപേരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സഹോദരങ്ങൾ ഒരുമിക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്മരിക്കുക എന്നതിന്റെ ഭാഗമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുക എന്നതു മാത്രമാണ് ഈ നിക്കാഹിന്റെ ഖുത്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാർമ്മികത്വം വഹിക്കുന്ന ആളും അതേപോലെ വരനും വധുവിന്റെ ഏതെങ്കിലും ഒരു രക്ഷിതാവും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ വിവാഹം നടക്കും. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇത്തരം സദസ്സുകളിൽ ആവശ്യമാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിവാഹങ്ങൾ നടക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ അതിശക്തമായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ വിവാഹം വേണ്ട, അല്പം കഴിഞ്ഞിട്ട് മതി, ജോലിയായിട്ട് മതി, വയസ്സൊരു പ്രശ്നമല്ല, അങ്ങനെ ചിന്തിച്ച് മതനിരാസം വരെ ബാധിച്ച് ഒരു വലിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് യൗവനമല്ല, നിങ്ങളുടെ സമയമെത്തിയാൽ യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഏ യുവസമൂഹമേ, നിങ്ങൾ കഴിവെത്തിയാൽ നിങ്ങൾ വിവാഹിതരാവുക. അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബാഅത്ത് എന്ന പദത്തിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞത് എല്ലാ പെണ്ണന്മാരെയും കെട്ടിച്ചയച്ച് ഓൻ ഒറ്റക്കായാൽ വിവാഹം കഴിക്കാനല്ല. ഒരുപാട് സമ്പാദ്യങ്ങളും വരുമാനങ്ങളും പ്രോപ്പർട്ടികളും ആയ ശേഷം യുവാവെ നീ വിവാഹം കഴിക്കൂ എന്നല്ല. ബാഅത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ശേഷി എന്നാണ് പണ്ഡിതന്മാർ അതിനർത്ഥം നൽകിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പരമാവധി അത് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ആ കാര്യത്തിൽ അശ്രദ്ധ പാലിക്കുന്ന ആളുകളുണ്ട്. ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വലൈസ ദഖറു കൽ ഉൻസാ,
ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഞാൻ ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സൂറത്തുൻ നബയിലെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. സൂറത്തു ദാരിയാത്തിലെ 49-ാമത്തെ വചനത്തിൽ പറയുന്നു, എല്ലാ ഓരോ വസ്തുവിനെയും ഇണകളായിക്കൊണ്ടാണ് ഞാൻ പടച്ചിരിക്കുന്നത് എന്ന് ആകാശലോകത്തിന്റെ അധിപനായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആണും പെണ്ണും ഒരുപോലെയാകുമോ? ആളുകൾ പലതും ന്യായീകരിക്കും. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിൽ പുരുഷന്മാർക്ക് ഹൂർലിങ്ങളുണ്ട്, എന്താണ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സംവിധാനം പറയാത്തത് എന്ന് ചിന്തിച്ചു പോയവരാ നമ്മളെല്ലാരും. നിങ്ങൾ ആലോചിക്കണം, ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന വിചാരത്തിൽ നിന്നാണ് ആ സംശയങ്ങൾ പോലും ഉണ്ടാകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പുരുഷനോട് പറയാണ്, നിന്നെയും കാത്ത് 10 സുന്ദരികൾ ഒരു റൂമിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരുഷൻ സന്തോഷിക്കുകയാണ് ചെയ്യുക, അവൻ ആവേശത്തോടെ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഒരു സ്ത്രീയോട് നിന്നെയും കാത്ത് 10 പുരുഷന്മാർ ഒരു റൂമിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീ സന്തോഷിക്കുകയല്ല ചെയ്യുക, സ്ത്രീ പേടിക്കുകയാണ് ചെയ്യുക. അതാണ് ആണും പെണ്ണും തമ്മിലുള്ള മാനസികമായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാവരും ഒരുപോലെയാണ്. ആരെങ്കിലും എനിക്ക് മൈ ചോയ്സ് എന്ന ആ ഒരു സംവിധാനമുണ്ടല്ലോ, അത് പരിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകളെ തകർക്കുന്ന ചിന്താഗതിയാണ്. അതുണ്ടാവരുത്. ഇവിടെ വിവാഹിതരാകുന്ന നമ്മുടെ സഹോദരൻ മുബാറക്കുൽ അഹദും അതേപോലെ തന്നെ നമ്മുടെ മുസ്തഫ സാഹിബിന്റെ മകൾ ഫസ്നയും നമ്മളൊക്കെയും വിവാഹ ലോകത്തേക്ക് പ്രവേശിച്ചവരും പ്രവേശിക്കാനിരിക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലം, അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിലെ ആളുകളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ ചോദ്യമാണ്, അല്ലയോ സഈദ്, നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചിട്ടേ താങ്കൾ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ എന്ന പരാതിയുണ്ടല്ലോ. ആ സമയത്ത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ആരായിരുന്നു സഈദ് എന്നറിയുമോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇടക്കിടക്ക് കരയുകയും ഇടക്കിടക്ക് ബോധം കെട്ട് വീണു പോവുകയും ചെയ്യുന്ന സഹാബിയായിരുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ സഈദ് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ എന്റെ ഗോത്രത്തിലേക്ക് ഒരു സഹാബത്തിനെ പറഞ്ഞയച്ചിരുന്നു. എന്റെ കൂട്ടുകാർ ആ മനുഷ്യനെ കെട്ടിത്തൂക്കി ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റുമ്പോ ഞാൻ മൗനത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ആ സഹാബത്തിന്റെ കൊലപാതകം നാളെ വിചാരണ ചെയ്യുമ്പോൾ ആ നോക്കി നിന്നതിന്റെ പേരിൽ ഞാനും ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ ബോധം കെട്ട് വീണു പോകുന്നത് എന്ന് പറഞ്ഞ സഈദ് ഇബ്നു ആമിർ എഴുന്നേറ്റ് നിന്ന് ഉമർ ഇബ്നു ഖത്താബിനോട് പറയുന്നുണ്ട്, ഖലീഫ, ആ ആരോപണം സത്യമാണ്. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും കുറച്ചു മക്കളുമുണ്ട്. ആ കുട്ടികളെ പല്ല് തേപ്പിക്കാൻ, കുളിപ്പിക്കാൻ, വസ്ത്രം ധരിപ്പിക്കാൻ, ഭക്ഷണം കൊടുക്കാൻ എന്റെ ഭാര്യയെ ഞാൻ സഹായിക്കാറുണ്ട്. ആയതുകൊണ്ടാണ് എന്റെ ഡ്യൂട്ടിയിൽ വരുന്നതിൽ ഞാൻ വൈകിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് ആ മറുപടിയെ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ഫസ്നയ്ക്ക് ഇണയായി, തുണയായി, തണലായി വർത്തിക്കാൻ ഈ മുബാറക്കുൽ അഹദിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്കിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയുടെ അടുക്കൽ നിലയുള്ളവനാണ് എന്ന്, ഭാര്യയുടെ അടുക്കൽ വിലയുള്ളവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമൂഹത്തിലെ പദവിയോ സംഘടനയിലെ സ്ഥാനമോ അല്ല നമ്മളെ വലുതാക്കുന്നത്. ഭാര്യയുടെ അടുക്കൽ വിലയില്ല എങ്കിൽ ആ മനുഷ്യന്റെ കാര്യം അതീവ പരാജയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഈ മുബാറക്കുൽ അഹദിനും ഭർത്താക്കന്മാരായ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫദ്ൽ നൽകി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല പെണ്ണാരാണെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. തറവാട് വലുത്, വാപ്പയും വലുത്, എന്തിനും ഏതിനും ആങ്ങളമാരുണ്ടെങ്കിൽ ആ പെണ്ണ് തരക്കേടില്ല എന്ന് പറയാ. മേലാസകമാനം സ്വർണം കൊണ്ട് പൊതിഞ്ഞ പെണ്ണിനെ തരക്കേടില്ല എന്ന് നമ്മൾ പറയാ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫസ്വാലിഹാത്തു, ഏറ്റവും നല്ല പെണ്ണ് ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഏറ്റവും നല്ല പെണ്ണ് അനുസരണയുള്ള പെണ്ണാണ്. ഒപ്പം ഹാഫിളാത്തുൻ, എല്ലാം സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ഹാഫിളത്തായി തന്റെ ഭർത്താവിന് നൽകേണ്ടത് ഭർത്താവിന് മാത്രം നൽകുന്ന, തന്റെ ഭർത്താവിന് വേണ്ടി അവന്റെ സമ്പാദ്യത്തെയും അവന്റെ സ്വകാര്യത്തെയും അവന്റെ ആത്മാവിനെയും അവന്റെ മക്കളെയും അവന്റെ എല്ലാറ്റിനെയും കരുതലോടെ ജീവിക്കുന്ന, ഭർത്താവിനോട് കട്ടക്ക് നിൽക്കുന്ന, നമുക്കറിയില്ലേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എന്ന നമ്മുടെ ഉമ്മയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ ഖദീജ ഭർത്താവിനോട് കട്ടക്ക് നിന്ന് ജീവിച്ച ഭാര്യയായിരുന്നു. അതുകൊണ്ടാണ് സഹഭാര്യമാരോടെല്ലാം അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ പറ്റി പറയുമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ അതൊരു വല്ലാത്ത പത്നിയായിരുന്നു. മദീനത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് പോകുമ്പോൾ ഖദീജയില്ല, ഖദീജ വിട പറഞ്ഞിരുന്നു. ഖദീജ എന്തിനും ഏതിനും റസൂലുള്ളാഹിയോട്
ചേർന്ന് ജീവിച്ച ഭാര്യയായിരുന്നു. പ്രവാചകന് ത്വായിഫിൽ കല്ലേറ് കിട്ടിയപ്പോൾ, ത്വായിഫിൽ നിന്ന് പരിഹാസം ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് സാന്ത്വനം നൽകിയത് ഈ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മക്കയുടെ മണൽത്തിട്ടയിൽ കയറി നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ കാരണത്താൽ തന്റെ റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും രണ്ട് പെൺകൊടിമാരെ അവർ തലാഖ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കാൻ പ്രിയതമ ഖദീജയായിരുന്നു. അതേപോലെ തന്നെ മക്കയിലെ ശഅബ് അബീ താലിബ് മലയിൽ പട്ടിണി കിട്ടു അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും. അന്നും പ്രവാചകന്റെ കൂടെ, പ്രവാചക നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നമുക്ക് സഹിച്ചും പുറത്തും ഈ ദിനരാത്രങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഖദീജത്തുൽ കുബ്ര ഹിറാ ഗുഹയിൽ ജബലന്നൂരിന്റെ ഗിരിസാനുക്കളിൽ ജിബ്രീൽ എന്ന മാലാഖയുടെ വരവും കണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഭയന്ന് ഇന്ന് നമ്മളുടെ ചുണ്ടകത്ത് വരുന്ന സമ്മിലൂനി എന്ന പാട്ടുണ്ടല്ലോ, ആ സമ്മിലൂനി എന്ന പദം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖദീജയോടായിരുന്നു. അന്നും പ്രവാചകനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് നിങ്ങൾ ബേജാറാവേണ്ട പ്രിയതവനെ, നിങ്ങളുടെ കൂടെ റബ്ബുണ്ടെന്ന് പറഞ്ഞ ഖദീജത്തുൽ കുബ്ര അത് കട്ടക്ക് നിന്ന ഭാര്യയായിരുന്നു. അങ്ങനെ ഏറ്റവും നല്ല ഭാര്യയാകാൻ ഫസനക്ക് സാധിക്കണം, നമ്മുടെ ഭാര്യമാർക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെയൊക്കെയും ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ബന്ധമാണ്. ക്ഷമയുടെ, സഹനത്തിന്റെ, സഹാനുഭൂതിയുടെ, സഹവർത്തിത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിക്കേണ്ട വല്ലാത്തൊരു രംഗമാണ് ദാമ്പത്യ രംഗം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഫസ്നയുടെ പിതാവിന് ഒരു മകനെ കിട്ടുകയാണ്. അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ സാഹിബിന് ഒരു മകളെ കിട്ടുകയാണ്. ബാപ്പയും മകനും എങ്ങനെയായിരിക്കണം നമുക്കറിയാവുന്നതാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുന്നാര മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതായപ്പോ കരഞ്ഞ് കരഞ്ഞ് കാഴ്ച പോയ യാക്കൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഉസാമത്ത് ബിൻ അസാക്കിർ എന്ന മനുഷ്യൻ, തന്റെ മകൻ മരിച്ചിട്ടില്ല, തന്റെ മകൻ കിലാബ് എന്ന മോൻ ജിഹാദിന് വേണ്ടി പോയതാണ്. 4-5 ദിവസം കാണാതാകുമ്പോഴേക്കും ഈ ഉസാമത്ത് ബിൻ അസാക്കിറിന്റെ കാഴ്ച പോയെന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മകൻ കിലാബ് എന്നും എന്നെ സഹായിക്കുന്ന മോനാണ്, ആ കിലാബിനെ കാണുന്നില്ല. കരഞ്ഞു കരഞ്ഞ് ഉസാമത്ത് ബിൻ അസാക്കിറിന്റെ കാഴ്ച പോയെന്നാണ്. എന്നിട്ട് അന്നപ്പോ ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ ആത്മബന്ധം? അവൻ എല്ലാം എന്നെ സഹായിക്കുന്ന മോനാണ്. അങ്ങനെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് കിലാബിനെ കൊണ്ടുവരികയാണ്, വിളിപ്പിക്കുകയാണ്. കിലാബിനോട് ചോദിച്ചു, വല്ലാത്ത ആത്മബന്ധമാണല്ലോ നിങ്ങളെ കാണാതെ കാരണത്താൽ നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങളുടെ പിതാവിന്റെ കാഴ്ച പോയിരിക്കുന്നു, എന്താണ് വിഷയം? കിലാബ് പറഞ്ഞു, വാപ്പാനെ പൊന്നുപോലെ നോക്കുന്ന മോനാ ഞാൻ. വാപ്പാക്ക് വാപ്പാന്റെ ഒട്ടകത്തിന്റെ അകിട് കഴുകി അതിൽ പാല് ചുരത്തുന്ന സമയം നോക്കി പാല് കറന്ന് വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു മോനാ ഞാൻ. അതൊക്കെ അവിടെ തടയപ്പെട്ടിട്ടുണ്ടാകും, അതൊന്നും ഇപ്പൊ നടക്കുന്നുണ്ടാവില്ല. ഉമർ ബിൻ ഖത്താബ് തന്റെ ഒട്ടകത്തെ കാണിച്ചിട്ട് കിലാബിനോട് പറഞ്ഞ്, നിങ്ങൾ കറക്ക്. ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് ഉമർ ബിൻ ഖത്താബ് ഒരു മൺകൂജയിൽ കൊണ്ടുപോവുകയാണ് ഉസാമത്ത് ബിൻ അസാക്കിറിന്റെ അടുക്കലേക്ക്. ഉസാമത്ത് ബിൻ അസാക്കിർ ആ പാൽക്കുടം മുഖത്തേക്ക് വെച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മോനെ മണക്കുന്നുണ്ട് ഞാൻ, എന്റെ മോനെ മണക്കുന്നുണ്ട്. ഇന്നീല അജിദു റീഹ യൂസുഫ്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് വന്ന സഹോദരങ്ങളോട് പറയുന്നുണ്ട്, വാപ്പാന്റെ കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോൾ കുപ്പായം എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുപ്പായം വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും, വാപ്പാന്റെ അന്ധത മാറുമെന്ന്. ആ കുപ്പായം പിടിച്ച് യാക്കൂബ് പറയുന്ന വാക്ക്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നീല അജിദു റീഹ യൂസുഫ്, ഞാൻ എന്റെ പൊന്നുമോൻ യൂസുഫിനെ മണക്കുന്നുണ്ട് ഇതിൽ. അത് തന്നെയായിരുന്നു ഉസാമത്ത് ബിൻ അസാക്കിർ പറഞ്ഞത്. അതുപോലെ പൊന്നുമോനാകാൻ, പൊന്നുമോളാകാൻ ഈ സഹോദരൻ അഹദിനും അതേപോലെ തന്നെ ഫസ്നക്കും സാധിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആത്മാർത്ഥമായിട്ട് ഈ 2 മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളുടെ ഒരു ജീവിതമാണ്. ഇവിടെ ഭാര്യയില്ലാത്ത പലരുമുണ്ട് എന്റെ മുന്നിൽ. ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ വിധവകളുണ്ട്, സഹോദരിമാരുണ്ട് അകത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇണ പോയാൽ ശരിക്കും പോവണ മനുഷ്യൻ. ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവ് പിന്നെന്താണ്, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പെട്ടെന്ന് രോഗിയായി മൂലക്കായി മരിക്കുന്നതൊക്കെ നമ്മളെ കാണുന്നവരാണ്. അതുകൊണ്ടാ ഇണയുടെ വലുപ്പം അറിയണമെങ്കിൽ, ഇണയുടെ തണലേതാണെന്ന് അറിയണമെങ്കിൽ ഒരുപക്ഷെ ചില ആളുകൾക്ക് അവർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടുപോയ ആളുകൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക്, വിധവമാർക്ക് സമാധാനം നൽകുമാറാവട്ടെ. അവർക്ക് ഏറ്റവും നല്ലത് അല്ലാഹു പകരം നൽകുമാറാവട്ടെ. ഇനിയുള്ള ആളുകൾക്ക്, എല്ലാ ഇണകൾക്കും അല്ലാഹു ആഫിയത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവാചകന്മാർക്ക് ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരു സദസ്സായത്. ഏറ്റവും മാന്യരായ, വാർദ്ധക്യമുള്ള, ഉത്തരവാദിത്തമുള്ള, പരിചയ സമ്പത്തുള്ള, ഇരുത്തം വന്ന പണ്ഡിതന്മാരടക്കമുള്ള ആളുകളിരുന്ന് നല്ല സമാധാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ മാതൃകയിൽ നിക്കാഹ് നടത്തുക എന്ന ഒരു തൗഫീഖ് അത് വലിയ സൗഭാഗ്യമാണ്. നേരെ മറിച്ച് കമ്പനിക്കാരും കൂട്ടുകാരും എന്ന് വിചാരിച്ച ആളുകൾ സ്നേഹത്തിൽ പൊതിഞ്ഞ് ചിലത് ചെയ്യാറുണ്ട്. പടക്കം പൊട്ടിച്ചും പാട്ടുവെച്ച് തുള്ളിയും ആണും പെണ്ണും ഇടകലർന്നും നാച്ചക്കവാഹനത്തിലും മുച്ചക്രവാഹനത്തിലും മുന്തുവണ്ടിയിലും JCBയിലും ഹിജടകളും ശിഖണ്ഡികളും കരിമരുന്നും കാവടിയാട്ടക്കാരുമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ബറക്കത്തും അല്ലാഹു തരില്ല. ഒന്നും വിചാരിക്കരുത് ആരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഒരു റഹ്മത്ത് അവിടെ വരില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുക. അതാണ് നമ്മുടെ ദീന്. ഈ സമയനിഷ്ഠ പോലും നിങ്ങൾക്കറിയില്ലേ? അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഒരു കൃത്യമായ ഒരു സമയം വെച്ചാൽ ആചാരപ്രകാരം, പ്രിയപ്പെട്ടവരെ, ആ സമയം അതിന്റെ മുഹൂർത്തത്തിൽ നടത്തുന്നത് നമുക്ക് അതുപോലും എന്തല്ല ഒരു വിഷയമല്ല. ആലോചിക്കേ, അവിടേക്കൊക്കെ നമ്മൾ ശ്രദ്ധ വേണം. മാതൃകകളായ ഒരു കുടുംബക്കാരായി നമ്മളെല്ലാവരും മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവർക്കും ധന്യത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന നമ്മുടെ പ്രിയ സഹോദരൻ മുബാറക്കുൽ അഹദിനും ഫസ്നക്കും അല്ലാഹു സന്തോഷങ്ങൾ നൽകുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ സന്താനത്തെ അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. എന്നും ദീന് മുറുകെ പിടിക്കാൻ അവർക്ക് സാധിക്കുമാറാവട്ടെ. നമസ്കാരം നിലനിർത്തുവാനും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏതൊരു ഘട്ടങ്ങളിലും ക്ഷമിച്ചും സഹിച്ചും താങ്ങും തണലുമായി ദമ്പതികളായ ഇവർക്കും നമുക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള സൗഭാഗ്യവും സാഹചര്യവും അറിവും കഴിവും ഈമാനും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വഅഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുഅ്മിനീൻ തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. ഇവിടെ പ്രിയപ്പെട്ടവരെ, നിക്കാഹ് അഖദുൻ നിക്കാഹിന്റെ ഉടമ്പടി നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. നിങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പ്രത്യേകം പറയാണ്. നിങ്ങളുടെ പ്രാർത്ഥന മതി ഇവർ രക്ഷപ്പെടാൻ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു നമുക്ക് അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.